ഈ വേടന്റെ കേസിൽ വേടനെ കുടുക്കാൻ ശ്രമിച്ചതായിട്ട് തോന്നുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് മന്ത്രിയുടെ പ്രസ്താവന, മലക്കമറിച്ചിലുകൾ, പിന്നെ ഫോറസ്റ്റ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതെന്താ, എന്തോ ഒരു പ്രശ്നമില്ലേ, എന്തോ ഒരു പൊരുത്തക്കേട്? അത് ഇന്നിപ്പോ കേരളത്തിൽ വേടനെ, അതായത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികരെല്ലാം വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത് പുലിനകത്തിൻ്റെ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ വിമർശനം ഉണ്ടായിരിക്കും. അതല്ല, ദളിത് ആദിവാസി വിഭാഗങ്ങൾ, ഇടതുപക്ഷ സർക്കാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന വിഭാഗങ്ങൾ, ഇപ്പോൾ പുന്നല ശ്രീകുമാറായിട്ടുള്ള ആളുകൾ എല്ലാവരും വേടനെതിരെ ആദ്യം എടുത്ത കേസ് കഞ്ചാവ്. അയാൾ കഞ്ചാവ് ഉപയോഗിക്കുകയോ വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുത്തോട്ടെ, ആർക്കും അതിലൊരു വിയോജിപ്പില്ല. അയാൾ അത്തരം ഒരു തെറ്റിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അയാൾ അതിലിപ്പോൾ പറയുന്ന ഒരു കാര്യം, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ തിരുത്താം. അതാണല്ലോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അഡിക്റ്റ് വരുന്നു, ആ അഡിക്ഷനിൽ നിന്ന് നമ്മൾ അവരെ മുക്തനാക്കുന്നതിന് ഒരുപാട് സെൻറ്റേഴ്സ് അതിന് വേണ്ടിയുണ്ട്. ഇപ്പോൾ കള്ളുകുടിച്ച് അഡിക്ഷനായി പോകുന്ന ആളുകളെ അവരെ നമുക്ക് വിമുക്തി കൊടുക്കലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ വിമുക്തി ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം ഉണ്ടാവണം, സ്വയം ഒരു ഡിസിഷൻ ഉണ്ടാവണം. അതല്ലെങ്കിൽ ആർക്കും ഇതിൽ നിന്ന് മുക്തി നേടാൻ പറ്റില്ല. അപ്പോൾ ആ നിലയിൽ വേടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അയാൾ ഒരു പാട്ടുകാരനാണ്, ഒരു കലാകാരനാണ്. ഇത്തരത്തിലുള്ള കലാസംഘങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത്യാവശ്യം കഞ്ചാവടിയും വെള്ളടിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ ഈ കലയും അവരുടെ എന്താ പറയുക സർഗശേഷിയും ഒക്കെ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ശേഷികളൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം, മന്ത്രിയുടെ ഈ വനം മന്ത്രി പുലിനകം, അതിൽ അദ്ദേഹം പറയുന്ന പുലിപ്പല്ല്, അതിൽ വേടനെതിരെ എടുത്ത കേസാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും വിയോജിപ്പ്. ഒരാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് നമ്മൾ അയാളെ ശിക്ഷ കൊടുക്കണമെന്നും അയാൾ അതിൽ നിന്ന് വിമുക്തി നേടണമെന്നും അതിനുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യണമെന്നും അയാൾക്ക് അത് സഹായം ചെയ്തു കൊടുക്കണമെന്നും നമ്മൾ പറയണം. ഒരു താഴെ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇത്രയും നല്ല രീതിയിൽ വളർന്നു വന്ന് സ്വന്തം അധ്വാനത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ കടന്നു വന്ന ഒരാൾ, അയാളെ ഒരു നിമിഷം ഓടിച്ചെന്ന്, സുരേഷ് ഗോപിനെ ആണെങ്കിൽ ഇവർക്ക് ഒരു നിമിഷം ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുമോ? അതല്ല, മോഹൻലാലിനെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അല്ല. ഇവിടുത്തെ ഗായികമാരായിട്ടുള്ള ആളുകൾ എത്ര ഗായികമാരുണ്ട്, അവരാരെങ്കിലും അല്ലെങ്കിൽ വിധു പ്രതാപ് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇതിനു വേണ്ടി വേടനെ ടാർഗറ്റ് ചെയ്തത് ആരാണ്? അപ്പോൾ അത് വേടൻ ഇങ്ങനെ കഞ്ചാവ് വിൽക്കുന്നത് അറിഞ്ഞ ആളുകൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും ഒറ്റ കൊടുത്തതാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. വേടന്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ഒറ്റലാണ്. അങ്ങനെ വനം മന്ത്രിക്ക് ഇതിലെന്താ കാര്യം? ആ വനത്തിൽ, അതായത് വേടന്റെ സമൂഹം ഉൾപ്പെടുന്ന വനത്തിൽ കഞ്ചാവ് കൃഷിയുണ്ടോ? ആ കഞ്ചാവുമായി ബന്ധപ്പെട്ടുണ്ട് വനം മന്ത്രിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വേടനെ ടാർഗറ്റ് ചെയ്തു. മധു എന്നൊരു ചെറുപ്പക്കാരൻ, ഒരു ആദിവാസി യുവാവ് കൊല ചെയ്യപ്പെട്ടു കേരളത്തിൽ. എന്തിനു വേണ്ടിയായിരുന്നു? അരി മോഷ്ടിച്ചതിലായിരുന്നില്ല സത്യം. അതെല്ലാം അവർ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കേസാണ്. യഥാർത്ഥത്തിൽ മധു അവിടെ നടക്കുന്ന ഈ കഞ്ചാവ് കൃഷി കണ്ടെത്തി കഞ്ചാവ് കൃഷി പോയി ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് എടുത്ത് കഴിക്കുമായിരുന്നു. ഈ കഞ്ചാവ് ഇരിക്കുന്ന സ്ഥലങ്ങൾ ഏത് ആ കാടിൻ്റെ ഇപ്പൊ പുലി പോണ പോലെ മാൻ പോണ പോലെ പോകാൻ കഴിയുന്ന ഒരാളായിരുന്നു മധു. ആ മധുവിന് കൃത്യമായും ഈ പുറത്തുനിന്ന് വന്ന് ഈ ആളുകൾ ഈ കച്ചവടം നടന്നറിയുകയും അത് മധുവിന് ചോദിച്ച് പല ഉദ്യോഗസ്ഥരും മനസ്സിലാക്കുകയും അതിലുള്ള ഒരു വൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ മധു കൊല ചെയ്യപ്പെടുന്നത്. ഇത് കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വലിയ കോക്കസുകൾക്ക് പങ്കുണ്ട്. ആ പ്രദേശത്തെ ആ കോക്കസിൽപ്പെട്ട പലരെയും അല്ലേ അറസ്റ്റ് ചെയ്തത്, പ്രതികളായത് അവര് വൻകിടക്കാർ. ഒരു കുഞ്ഞ് ആദിവാസി മനസ്സിന് സുഖമില്ല എന്ന് പറയുന്ന ഒരാളോട് ആർക്കാണ് ഇത്ര വൈരാഗ്യം? എന്തിനു വേണ്ടിയായിരുന്നു വൈരാഗ്യം? ഒരു അരി മോഷ്ടിച്ചതിന് മാത്രമായിട്ട് അയാൾ ചെയ്യൂ?
ഇല്ല. അപ്പൊ ഇവിടെയും നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വേടൻ യഥാർത്ഥത്തിൽ ആർക്കായിരുന്നു കുഴപ്പം? ആരാണ് വേടൻ ഒറ്റിയത്? ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് 1 മാസക്കാലമായി പുറകെ നടക്കുന്നു എന്നാണ് പറയണത്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഈ മന്ത്രി AK ശശീന്ദ്രന്റെ മുഴുവൻ പ്രസ്താവനകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് വേടൻ ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരാളാണ്. വേടനൊന്നും ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവര് കാടുമായി അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലേ? മൃഗങ്ങളുമായി ഇവര് ഭയങ്കര അടുപ്പമുള്ള മനുഷ്യരാണ്. പക്ഷെ വേടന് അത് ആരോ കൊടുത്തതാണ്. ഇനി ഈ പുലിപ്പല്ലും പുലിനഖവും യഥാർത്ഥത്തിൽ ഇവിടെ നിയമം ഉണ്ടാക്കിയവരെക്കാൾ അധികാരം ആർക്കാ? ആദിവാസി വിഭാഗങ്ങൾക്കല്ലേ, അല്ലേ? അത് അന്ന് മുതൽ മന്ത്രി ശശീന്ദ്രൻ പറയണത് അദ്ദേഹം ചെയ്തതും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തതും വലിയ കാര്യമാണെന്നാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം കംപ്ലീറ്റ് അങ്ങോട്ട് മറിഞ്ഞു. നിങ്ങൾ ഒരാളെ ജയിലിലിട്ടതിന് ശേഷം അധികാരം ഉപയോഗിച്ച് ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോയി ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇപ്പൊ തെളിയിച്ചിട്ടുണ്ടാ? ജാമ്യ ഓർഡറിൽ പറഞ്ഞിരിക്കണേ ഇത് പുലിനഖം തന്നെയാണോ? ഇതിന് ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇദ്ദേഹം ഇത് ഏതെങ്കിലും ഒരു മൃഗത്തിനെ ഉപദ്രവിച്ച് കിട്ടിയതാണോ? ഇതൊന്നും ആർക്കും കേസില്ല. കേരളം മുഴുവൻ അതിനെതിരായിട്ട് വന്നില്ലേ? അന്ന് ഇപ്പോ മന്ത്രി ശശീന്ദ്രൻ പറയാണ് വേടന് മോഹൻലാലും മറ്റൊരു സുരേഷ് ഗോപിയൊക്കെ ഇതിട്ടുണ്ടിറങ്ങുന്നു, ഉപയോഗിക്കുന്നു. പിന്നെ ഈ വേടനെ മാത്രം എന്തിനു ഉത്തരം? ഇതിന്റെ ഉത്തരം സ്വയം പറയണം. അല്ല, വേടൻ വേട്ടയാടിയതുപോലെയാണ് അവർ പറയുന്നത്. വേട്ടയാടി പുലിയെ കൊന്ന് പിടിച്ചെടുത്തൊരു വാല ഇട്ടതുപോലെയല്ലേ? അതെ, ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാ. ഇപ്പൊ പറഞ്ഞ എന്താ? വേടനെ ഞങ്ങൾ വേട്ടയാടി. അപ്പൊ ആര് പറഞ്ഞിട്ടാണ് AK ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം മന്ത്രി വേടനെ വേട്ടയാടിയത്? അത് അദ്ദേഹം പറയണം. അതല്ലാതെ ഇതിപ്പോ നിരപരാധിയായിട്ട് ഏതോ ഒരാൾ, പഴയ ഉമ്മൻചാണ്ടി എന്തോ വേട്ടയാടിയ പൊടി പോലെയാണ് ഒരു മന്ത്രി ഇപ്പോൾ ചെയ്ത ആള് തന്നെ പറയാണ് ആരാണ് വേട്ടയാടിയത്? ആള് വേട്ടയാടപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ മോഹൻലാലാണെങ്കിൽ നിങ്ങൾ കേസെടുക്കുമോ? തലയ്ക്ക് വെളിവില്ലാണ്ടാണ് ഇയാളുടെ നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരെ ഒരു പ്രയോഗമുണ്ട്, ഈ പ്രായമാകുമ്പോൾ ചിഹ്നം വരാണ്. ഇയാളുടെ മുഴുവൻ പ്രസ്താവനകളും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ട് എനിക്കങ്ങനെ തോന്നി, യാതൊരു പരസ്പര ബന്ധവുമില്ലാതെ. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, വേടനെ പൂട്ടാൻ ആരോ ഉന്നത തലങ്ങളിൽ കളിച്ച് ആ കളിയുടെ ഭാഗമായിട്ടാണ് വേടനെ. രണ്ടാമത്തെ കേസ്, കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ അയാള് കേസ് എടുത്തോട്ടെ. കഞ്ചാവ് വലിക്കുന്നതിനും ഒരു ബീഡി കൈവശം വയ്ക്കുന്നതിനും ഈ നിയമത്തിൽ വലിയ തെറ്റൊന്നുമില്ല. അതിന് ജാമ്യം, അവിടെ ഫൈൻ അടച്ചാൽ തീരാവുന്ന ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. കഞ്ചാവ് വിൽപ്പന നടത്തുകയും ഇത്ര ക്വാണ്ടിറ്റിക്ക് കൂടുതൽ ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്യുന്നതാണ് ക്രിമിനൽ കുറ്റം, ശിക്ഷാർഹമായിട്ടുള്ള കൂടുതൽ ശിക്ഷയുള്ള കുറ്റം. അത് വേടനെതിരെ ആരോപണം ഇല്ലല്ലോ. ഇവിടെ കഞ്ചാവൊക്കെ വിൽക്കുന്ന ആളുകൾ സുഖമായിട്ട് അടക്കല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.